ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. HTC ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ DM-85T മോഡൽ മൾട്ടിമീറ്ററാണിത്. 1085 രൂപയാണ് ഈ മൾട്ടിമീറ്ററിന് വിലയായിട്ട് വരുന്നത്. നമുക്കിനി ഇത് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ബോക്സ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് മോഡൽ നമ്പർ DM-85T എന്ന് കാണാം. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത നമ്മുടെ യൂസർ മാനുവലാണ്. പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ കമ്പോണൻ്റായ മൾട്ടിമീറ്റർ. നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് 2 പ്രോബാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് പ്രോബ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള പ്രോബും കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് മൾട്ടിമീറ്റർ തുറന്നു നോക്കാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു മൾട്ടിമീറ്റർ തന്നെയാണിത്. നമ്മൾ 200, 300, 500 വാങ്ങുന്ന ലോക്കൽ മൾട്ടിമീറ്ററുകളെക്കാളും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഇതിൻ്റെ പുറത്തൊരു റബ്ബർ സീലിംഗ് കൂടി വരുന്നുണ്ട് നമ്മുടെ മൾട്ടിമീറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. 2 ട്രിപ്പിൾ സൈസ്, അതായത് നമ്മുടെ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള TV റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ട്രിപ്പിൾ സൈസ് ബാറ്ററിയാണ് ഇതിന് പവർ ചെയ്യുന്നത്. നമുക്ക് ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാറ്ററി ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മൾട്ടിമീറ്ററിനെ ഓണാക്കി നോക്കാം. ഈ മൾട്ടിമീറ്ററിന് നമ്മുടെ വില കുറഞ്ഞ മൾട്ടിമീറ്ററിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് ഇതിൻ്റെ ഓട്ടോ റേഞ്ചിങ് ഫീച്ചറാണ്. അതായത് നമുക്ക് നോർമൽ മൾട്ടിമീറ്റേഴ്സിൽ നമുക്ക് ഏത് റേഞ്ചിലാണ് 20 ആണോ 200 ആണോ മെഷർ ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഈ നോബ് തിരിച്ച് നമുക്ക് ഏത് വാല്യൂ ആണ് മെഷർ ചെയ്യേണ്ടത്, വോൾട്ടേജ് ആണോ ടെമ്പറേച്ചർ ആണോ അതേ കറണ്ട് ആണോ മെഷർ ചെയ്യേണ്ടതെന്ന് മാത്രം നമ്മൾ ഈ നോബ് തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ മെഷർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്തുള്ള ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്കൊരു ബാക്ക്ലൈറ്റ് LED വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ലൈറ്റ് LED തെളിയുന്നതായിട്ട് കാണും. അപ്പോൾ വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നമുക്ക് ഉപകാരപ്രദമായിട്ട് മാറുന്നതായിരിക്കും. മറ്റൊരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിനകത്ത് നമുക്കൊരു ടോർച്ച് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് ഓൺ ആവുന്നതായിരിക്കും. അധികം വെളിച്ചമൊന്നുമില്ല, നമുക്ക് ഒരു AAA ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഉപകാരപ്രദമായിട്ട്. ഒരു 10 kilo ohm റെസിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോബുകൾ തന്നെയാണിത്. നമ്മൾ വില കുറഞ്ഞ പ്രോബൊന്നുമല്ല. നമുക്കിനി ഒരു റെസിസ്റ്റൻസിലേക്ക് നമ്മൾ ഇട്ടു. അതിനുശേഷം നമ്മൾ റെസിസ്റ്റർ എടുത്തു. ഇതൊരു 10 kilo ohmൻ്റെ റെസിസ്റ്ററാണ്. നമുക്ക് അവിടെ ഇരിക്കുന്നതാണ് കിലോ ഓം എന്ന്. നമ്മൾ ഇതിൻ്റെ ഒരു ടെസ്റ്റും കൂടി ചെയ്തിരിക്കുന്നു. നമുക്കിനി ജസ്റ്റ് ഈ ടെമ്പറേച്ചർ മെഷറിംഗ് പ്രോബിൻ്റെ ഉപയോഗം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ പ്രോബ് ഇതിൽ പ്ലഗ് ഇൻ ചെയ്ത ശേഷം ജസ്റ്റ് നമ്മുടെ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മുടെ വാല്യൂ കാണുന്നത് 30 degree Celsius, നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ്. നമുക്കിത് ഫാരൻഹീറ്റിലേക്ക് മാറ്റാനായിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാരൻഹീറ്റിൽ ഈ വാല്യൂ കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ മൾട്ടിമീറ്റർ വാങ്ങുവാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.